പാലാ സ്ഥാനാർത്ഥിത്വത്തിലെ ഭിന്നാഭിപ്രായങ്ങൾക്കിടെ നിലപാട് മയപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ. തന്റെ പ്രതികരണം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നെന്ന് റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. തന്റെ ലീഡർ ജോസ് കെ മാണിയാണെന്നും കേരള കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ 24-നോട് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി അംഗീകരിക്കുന്ന കേരള കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ അകത്തൊരു വിള്ളലുണ്ടാക്കാനോ ഞങ്ങളെ തന്നെ സ്പ്ലിറ്റ് ചെയ്യിക്കാനോ ഞങ്ങളുടെ ആശയങ്ങളെ തമ്മിൽ മാറ്റി നിർത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. അപ്പം അദ്ദേഹം മത്സരിക്കണം, വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഞങ്ങളെപ്പോലൊരു കേരള കോൺഗ്രസ്സുകാരുമില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും എന്ന് ചെയർമാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തല സംശയങ്ങളോ ഇടകളോ എവിടെയെങ്കിലും പാർട്ടി പ്രവർത്തകരിലോ പൊതുജനങ്ങളിലോ സമൂഹത്തിലോ മാധ്യമത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നുണ്ടായത് വിഡ്രോ ചെയ്യണം. ഞാൻ സതുദ്ദേശത്തെ മാത്രം ലക്ഷ്യം വെച്ച് പറഞ്ഞതാണ്. എക്കാലത്തൊക്കെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് 100% ഉറപ്പുണ്ട് അദ്ദേഹം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അദ്ദേഹവുമായി ആലോചിച്ച് അദ്ദേഹം മത്സരിക്കുന്ന ഏത് സീറ്റിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരും. 24-നോടുള്ള റോഷിയുടെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയ ജോസ് കെ മാണി റോഷി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയെന്ന് പറഞ്ഞു. റോഷി അഗസ്റ്റിൻ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലെന്നും സഹോദര തുല്യ ബന്ധമാണ് തനിക്കുള്ളതെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. സതുദ്ദേശത്തോടുകൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ തന്നെ എടുത്ത് പറയുമോ, പരിമിതിയില്ല. അത് ഞാൻ മത്സരിക്കാം, ആരെങ്കിലും പറഞ്ഞാൽ മത്സരിക്കും, ഞാൻ പറഞ്ഞാൽ മത്സരിക്കുകയിലാണ്, പാർട്ടി തീരുമാനിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു പെയ്ഡ് കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേ ചെയ്യുന്നത്. ഒരിക്കലും അച്ചടക്കമല്ല, സ്വാതന്ത്ര്യമില്ല. ഒരു MLA പറയാൻ, ജനത്തിന് പറയാം, ജില്ലാ പ്രസിഡന്റ് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും. ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറിച്ചു, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും, അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലീൻ പൊത്താൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. ടോബി ജോൺസനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു, നിരുപാധികം പിൻവലിക്കുന്നു. എൻ്റെ ലീഡർ ജോസ് കെ മാണി തന്നെയാണ്. തിരിച്ച് ജോസ് കെ മാണി പറയുന്നു, ഞങ്ങൾ തമ്മിൽ സഹോദര തുല്യ ബന്ധമാണ്, ഞാനും ചിരിക്കുന്നു അദ്ദേഹവും ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആർക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം ടോബി? ക്രിസ്റ്റീന, തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. രണ്ടുപേരും വലിയ സൗഹൃദമൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ റോഷി അഗസ്റ്റിൻ നടത്തിയ ആ പ്രതികരണങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കിയത്. പാലായിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറുമ്പോൾ, ജോസ് കെ മാണി ഒഴിഞ്ഞു മാറുമ്പോൾ മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങി മത്സരിക്കും, ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ അല്പം കൂടി കടന്ന് കൂടുതൽ വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞു വെച്ചതാണ് പല ആശയക്കുഴപ്പത്തിനും കാരണമായത്. എന്തായാലും ഇന്ന് രാവിലെ 24-ലൂടെ തന്നെ റോഷി അഗസ്റ്റിൻ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ജോസ് കെ മാണി തന്നെയാണ് തന്റെ ചെയർമാൻ, അതിൽ മറ്റൊന്നുമില്ല. അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, അതിലൊരു വ്യക്തത വരുത്തുക മാത്രമാണ് ചെയ്തത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടിയാണ്, അതിൽ ഒരു ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹവുമായി യാതൊരു ഒരു പ്രശ്നവുമില്ല. മാണിസാറിന്റെ KM മാണിയുടെ പൈതൃകം അത് തുടർന്നു പോരുന്നു. KM മാണിയിലൂടെ തുടങ്ങിയത് ജോസ് കെ മാണിയിലൂടെ തുടരുകയാണെന്നാണ് പറഞ്ഞത്. പ്രശ്നങ്ങളെല്ലാം റോഷി അഗസ്റ്റിൻ പറഞ്ഞു തീർക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചില കാര്യങ്ങൾ അവിടെ ബാക്കിയാകുകയാണ്. ഒരു സൂപ്പർ ചെയർമാൻ ആകാൻ റോഷി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ് ഏവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തീർന്നുവെന്ന് പറയുമ്പോഴും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ റോഷി സ്വീകരിച്ച നിലപാട് അത് നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും വലിയ ചർച്ചയാകുന്നുണ്ട്. ഒരു കൂട്ടം നേതാക്കൾ റോഷിയെ പിന്തുണയ്ക്കുകയും ഒരു കൂട്ടം ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും പാലായിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ജോസ് കെ മാണിക്ക് വ്യക്തമായിട്ടുള്ള നിലപാട് പറയാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് റോഷി ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു.
റോഷി അഗസ്റ്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ജോസ് കെ മാണിയും പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ ഇത് എത്ര നാൾ ഇത് നീണ്ടുപോകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. കാരണം ഇപ്പോഴും കോൺഗ്രസ് ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോഴും ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും കോൺഗ്രസിലേക്ക് വരുമോ അല്ലെങ്കിൽ UDF-ലേക്ക് വരുമോ എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ കൃത്യമായുള്ള ചില ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് ഈ ഒരു പൊട്ടിത്തെറി കൂടി കേരള കോൺഗ്രസിനുള്ളിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും വരുമോ എന്ന്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ രണ്ട് നേതാക്കളും രണ്ട് തട്ടിലാണെന്നുള്ള വിവരം പുറത്തു വന്നത്. എന്തായാലും താൽക്കാലികമായ ആ പ്രശ്നം പരിഹരിച്ചുവെങ്കിലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കത്തില്ല. ക്രിസ്റ്റിന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.